നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ആരും അവരവരുടെ സ്ഥാനത്ത് നിന്ന് ചലിച്ചു പോകരുത്. ചലിച്ചാൽ ആ നിമിഷം ഇവന്റെ തല പന്നിപ്പടക്കം വച്ചതുപോലെ തകരും. ഏയ് ആരാ അവിടെ? ആരായാലും ഇവിടുന്ന് പൊക്കോ, അതാ നിനക്ക് നല്ലത്. നിനക്കിനി എന്നെ മനസ്സിലായില്ലേ വിജയ? ഭൂമിയിൽ അധർമ്മവും അനീതിയും അക്രമവും ഒക്കെ പെരുകുമ്പോ ദുഷ്ടശക്തികളെ സംഹരിക്കാൻ ഒരു അവതാരം ഉണ്ടാവാറില്ലേ വിജയ? കലിയുഗത്തിലെ വൈഷ്ണവ അവതാരം കൽക്കി. വിഷ്ണു ബ്രോ, എന്താടാ നീ പേടിച്ചു പോയാ? മറ്റുള്ളവരുടെ തലയിലേക്ക് തോക്ക് ചൂണ്ടിപ്പിടിക്കുമ്പോൾ രസമില്ല, സ്വന്തം തലയിലേക്ക് അത് ചൂണ്ടിപ്പിടിക്കുമ്പോ. അല്ലടാ? അല്ല, എന്നെ കൊല്ലരുത്. ഞാൻ പോലീസാ. പോലീസല്ല, മഹാരാജാവാണെങ്കിലും നിനക്ക് ജീവിക്കാനുള്ള യോഗ്യത ഇല്ല വിജയ. അശരണർക്കും രോഗികൾക്കും സ്ത്രീകൾക്കും നേരെ ആയുധം കൊടുക്കുന്നവൻ ജീവിക്കാനുള്ള അർഹത നഷ്ടപ്പെടുത്തിയവനാ. അവനോട് കരുണ കാട്ടേണ്ട കാര്യമില്ല. അപ്പൊ എങ്ങനെയാ? നാളെ നേരം പുലരുമ്പോ രാച്ചിയമ്മയുടെ വീട്ടിലും 3 ശവം. ഏറ്റുമുട്ടലിനെ ചെറുത്തു നിൽക്കുന്നതിനിടെ ഒരു പോലീസുകാരനും 2 തീവ്രവാദികളും മരിച്ചു. എപ്പടേ കഥ അങ്ങനെയായല്ലോ വിജയ? മഹസർ എഴുതാനോ FIR എഴുതാനോ നീ വരില്ല. ചത്ത് ചീഞ്ഞ നിന്റെ ശവകുടീരത്തിന് മേലെ ധീരതയ്ക്കുള്ളൊരു മെഡൽ ഇരിക്കുന്നത് കണ്ട് നിന്റെ ആത്മാവിനങ്ങ് ആകാശത്തിരുന്ന് അങ്ങ് സന്തോഷിക്കാം. അപ്പൊ എങ്ങനെയാ കാര്യപരിപാടികള്? അങ്ങ് പൊട്ടിച്ചേക്കട്ടാ. മാപ്പാക്കണം, ഒരബദ്ധം പറ്റിപ്പോയി. ആരാണെന്ന് പോലും അറിയാത്ത എന്റെ മുന്നിൽ കൈ കൂപ്പി ജീവന് വേണ്ടി കെഞ്ചണമെങ്കിലേ അതിനൊരു കാരണമുള്ളൂ വിജയ. എന്റെ കയ്യിലെ ഈ ആയുധം വെറുതെ വിട്ടാലും നീ ഒരിക്കലും നന്നാവാൻ പോകുന്നില്ലെന്ന് എനിക്ക് അറിയാടാ. അതുകൊണ്ട് ഞാൻ നിനക്ക് എന്തേ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. രോഹിത് മിസ്സായ കേസിലെ സംശയങ്ങളുടെ മുനകളെല്ലാം ഇപ്പൊ സുസ്മിതയ്ക്ക് നേരെയാ. ഇപ്പൊ അവള് പോലീസ് കസ്റ്റഡിയിലും. നാളെ നേരം പുലർന്ന പിന്നെ നുണപരിശോധനയാ. അതിൽ അവള് തോൽക്കൂന്ന് എനിക്ക് ഉറപ്പാ. പിന്നെ കേസ് കോടതിയിലേക്കും. ആ ഘട്ടത്തില് രോഹിത് ജീവനോടുണ്ടെന്നറിഞ്ഞ ആ കേസ് ദുർബലമാവും. ഭർത്താവിനെ സ്നേഹം നടിച്ച് സൂയിസൈഡ് പോയിന്റിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ചവിട്ടി താഴെയിട്ട് കൊലപ്പെടുത്തിയ ഒരു ക്രിമിനലിന് കിട്ടേണ്ട ശിക്ഷ തന്നെ അവൾക്ക് വാങ്ങിച്ചു കൊടുക്കണം. ഇപ്പോഴും തന്റെ ജീവൻ എടുക്കാനായിരുന്നല്ലോ അവളുടെ ശ്രമം. അവൾ ഇനി പുറം ലോകം കാണാൻ പാടില്ല. പക്ഷെ അതിനിടയില് എന്റെ ജീവിതം രോഹിത്തിന് വെളിപ്പെടാൻ ഒരു സമയമുണ്ട്. അതെപ്പോഴാണെന്ന് ഞാൻ പറയാം. സുസ്മിത കുറെ നാള് നിയമത്തിന്റെ കണ്ണു കെട്ടിയതല്ലേ? അതേ നാണയത്തിന് നമ്മൾ തിരിച്ചടിക്കുന്നു. അത്രേ ഉള്ളൂ. എനിക്ക് എന്റെ അമ്മയൊന്ന് കാണണം.
അതിനുവേണ്ടിയാ ഞാൻ ഇത്രയും നാള് ജീവിച്ചത് തന്നെ. ഇവിടെ നിന്ന് പുറത്തിറങ്ങി നമ്മൾ ആദ്യം പോകുന്നത് രോഹിത്തിന്റെ അമ്മയുടെ അടുത്തേക്ക് തന്നെയാവും. രോഹിത് മടങ്ങിയെത്തിയ വിവരം മറ്റാരും അറിയാൻ പാടില്ല. അക്കാര്യത്തിൽ എനിക്ക് വാക്ക് തരണം. അപ്പൊ നമ്മൾ പുറപ്പെടല്ലേ? മോനെ, ഈ കാട്ടിലൂടെ അതും ഈ സമയത്ത് വിജയനെല്ലാം അറിഞ്ഞ സ്ഥിതിക്ക് വനത്തിൽ അപകടങ്ങൾ പതിയിരിപ്പുണ്ടെന്ന് അറിയാൻ രാജ്യമേ. അതിനേക്കാൾ വലിയ അപകടമാ ഇവിടെ നിന്നാ. പോയേ പറ്റൂ. രാജ്യമേ, നിങ്ങൾ ചെയ്തുന്ന ഉപകാരങ്ങൾക്ക് എങ്ങനെയാ നന്ദി പറയേണ്ടതെന്ന് അറിയില്ല. എന്റെ 2 മക്കളുടെ ജീവിതം നിങ്ങൾ രക്ഷിച്ചത്. ഒരാളുടെ കണ്ണിന് വെളിച്ചം കൊടുത്തപ്പോ മറ്റൊരാളുടെ ജീവിതത്തിന് വിളക്കായി. രോഹിത്തിന്റെ പ്രാണൻ ഇത്രയും നാളും കാത്തുവെച്ചതിന് ഒരമ്മയുടെ മാത്രമല്ല, എന്റെ ഈ പ്രാർത്ഥന എന്നും നിങ്ങളുടെ തുണയായിട്ടുണ്ടാവും. തെറ്റ് ചെയ്ത സുസ്മിത ശിക്ഷിക്കപ്പെടണം രാജ്യമ്മേ. എന്റെ വിഷ്ണുമോന് ശാലിനിയും ശരിയാന്ന് എല്ലാരും തിരിച്ചറിയണം. അതിന് നിമിത്തമായത് നിങ്ങളാ. നാട്ടിലെ ശാരദാമ്മയെ പോലെ ഈ വനത്തില് ഒരു രാജ്യമ്മ. കുറച്ചു നാളത്തെ അടുപ്പമേ ഉള്ളെങ്കിലും നിങ്ങൾ എനിക്ക് ഒരു സഹോദരിയെ പോലെയാ ശാരദാമ്മേ. ഈ നല്ല മനസ്സ് ഹൃദയം കൊണ്ട് തൊട്ടറിയുന്നുണ്ട് ഞാൻ. നിങ്ങളെ പിരിയാൻ എനിക്കും വിഷമമുണ്ട്. വല്ലപ്പോഴൊക്കെ ഈ വഴി വരണം. വേറെ ആരും ഇല്ലാത്തവളാ ഞാൻ. അയ്യോ രാജ്യമേ, ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എനിക്ക് നീ ഒരു പ്രതിയോഗി അല്ലെങ്കിലും ഞാൻ ആ വെല്ലുവിളി ഏറ്റെടുക്കുന്നു. നിനക്ക് എന്താ വേണ്ടേ? എനിക്കിന്ന് ഏറ്റവും സന്തോഷമുള്ള ദിവസമാണടി. എനിക്ക് നിന്നെ ഒന്ന് കാണണം. 1/2 മണിക്കൂറിനുള്ളിൽ നമ്മൾ അന്ന് കണ്ട ദേവീ ക്ഷേത്രത്തിൽ നീ എത്തണം. എന്താ, പേടിയുണ്ടോ നിനക്ക്? നിങ്ങൾ ഞാൻ ഇതിന് പേടിക്കണം? നിങ്ങൾ പേടിക്കേണ്ടതേ എന്നെയാ. നീ വന്നേക്ക്, ഞാൻ ക്ഷേത്രത്തിലുണ്ടാവും. ദക്ഷയുടേത് കൊലച്ചിരിയ. ഇന്ന് അവർക്ക് സന്തോഷമുള്ള ദിവസമാണെന്ന് പറയണമെങ്കിൽ നീ സ്വാതിയുടെ കൂടെ ഹോസ്പിറ്റലിൽ പോയില്ലായിരുന്നോ? ഇല്ല. വല്യപ്പച്ചി തന്നെ ഒഴിവാക്കി കാണും. അതെ, എനിക്കൊരു വിവരം അറിഞ്ഞാൽ കൊള്ളുന്നുണ്ട്. അതിന് നിങ്ങളെ കാണാൻ വന്നത്. വേഗം പറഞ്ഞു, എനിക്ക് ഓഫീസിൽ പോകാൻ സമയമായി. അല്ല, നീ എന്താ ടെൻഷനായ പോലെ? മാണിക്യമംഗലം നിങ്ങൾ ആർക്കെങ്കിലും വിറ്റോ? ഇത് ചോദിക്കാനാണോ? ആ തറവാട് അതിന്റെ അവകാശി വന്നാൽ വിട്ടുകൊടുക്കാനിരിക്കുന്ന കാര്യം നിനക്കറിയാവുന്നതല്ലേ? എനിക്കറിയേണ്ടത് അത് ആർക്കെങ്കിലും വിട്ടുകൊടുത്തോ എന്നാണ്. വിട്ടുകൊടുത്തു. ഇപ്പൊ മംഗലശ്ശേരി വകയല്ല ആ വീടും പറമ്പും. അതിന്റെ അവകാശം വന്നപ്പോ വിട്ടുകൊടുക്കാതിരിക്കാൻ പറ്റുമോ? അത് അച്ഛന്റെ മുത്തച്ഛന്റെ ആഗ്രഹമല്ലേ? ഇനിയുള്ള ദക്ഷയുടെ പടപ്പുറപ്പാട് മംഗലശ്ശേരിക്ക് നേരെ പ്രകടമായിട്ടാവും. ഏയ്, നീ എന്താ ആലോചിക്കുന്ന? വിലക്കാണോ അവരത് വാങ്ങിയത്? വിലയ്ക്ക് വാങ്ങാൻ അവര് താല്പര്യപ്പെട്ടെന്നാ ശർമാജി പറഞ്ഞ.
അത് സൗജന്യമായി വിട്ടുകൊടുക്കാനല്ലേ അച്ഛൻ വാങ്ങിയത്. സൗജന്യമായിട്ട് തന്നെ എഴുതി കൊടുത്തു. വിലയ്ക്ക് വാങ്ങാൻ വരുന്നവർക്ക് എന്തിനു സൗജന്യമായിട്ട് നൽകണം? അങ്ങനെയാണെങ്കിൽ അവര് കാശുകാരായിരിക്കില്ലേ? അവിടെ ഒരു അഗതി മന്ദിരം തുടങ്ങായിരുന്നു. അതായിരുന്നു വേണ്ടിയിരുന്നത്. നീ എന്തിനാ വീടിനെ പറ്റി ഇത്ര ഉത്കണ്ഠപ്പെടുന്നത്? ആ വീടിന്റെ പാപങ്ങളാ ഇവിടെയുള്ളവർ അനുഭവിക്കുന്നത്. ഇന്ന് ഞാൻ അതിനെപ്പറ്റി ഓർത്തപ്പോ എന്റെ വിരൽ മുറിഞ്ഞു. അത് ശ്രദ്ധ കുറവുണ്ടോ? എവിടെ കാണട്ടെ, വലിയ മുറിവാണോ? അല്ല, അത് സാരമില്ല. അവിടെ പോയി വിളക്കും പൂജവെപ്പൊക്കെ നടത്തിയിട്ട് ഇത്തരം ചിന്തകളൊക്കെ മനസ്സിൽ വരുന്നത്. ഇനി അതങ്ങ് മറന്നേക്ക്. അച്ഛന് ചെയ്യാൻ കഴിയാത്ത കാര്യം ഞാൻ ചെയ്തെന്നുള്ള ചാരിതാർത്ഥ്യം എനിക്ക്. നീ ആ മുറിവിലേക്ക് എന്തെങ്കിലും മരുന്ന് വയ്ക്കാൻ നോക്ക്. ആ തറവാട് കൈക്കലാക്കാൻ വേണ്ടിയാ ദക്ഷ ഇതുവരെ കാത്തിരുന്നത്. ഇനി ആര് വേണമെങ്കിലും കൊല്ലപ്പെടാം. ദക്ഷ കാണാൻ വിളിച്ചിരിക്കുന്നത് എന്റെ ജീവൻ എടുക്കാൻ തന്നെയാവും. ഇനി ചേച്ചിയുടെ നേരെ അവര് വരരുത്. അതിന് ജീവൻ കൊടുക്കാൻ ഞാൻ തയ്യാറാ. മതി മറന്ന് ആഹ്ലാദിക്കുന്ന ദക്ഷയുടെ മനസ്സിൽ തന്നെ പ്രഹരിക്കണം. നിങ്ങളായിട്ട് എന്നെ കാണാൻ വിളിച്ചതല്ലേ, ഞാൻ വരുന്നുണ്ട്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഞാനിപ്പോ ക്ഷേത്രത്തിലാ. ഇവിടെ എത്തിയിട്ടേ ഉള്ളൂ. നീ ക്ഷേത്രത്തിലാണോ? അത്ഭുതം തന്നെ. എന്താ ചേച്ചി? അമ്മോ, ഇവിടെ ഒരു അമ്മ വലിയ സങ്കടത്തിലാ. അതെന്താ? ആ അമ്മയുടെ മകള് ലേബർ റൂമിലാ. സിസേറിയൻ ചെയ്യാൻ പാടില്ല. ചില കോംപ്ലിക്കേഷൻസ് ഉണ്ട്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നോർമൽ ഡെലിവറി ആവാനുള്ള പ്രാർത്ഥനയില്ല ആ അമ്മയും വീട്ടുകാരും. നീ ദേവിയോട് ആ അമ്മയുടെ മകൾക്ക് സുഖപ്രസവം ആവാൻ പ്രാർത്ഥിക്കണേ. ഉറപ്പായി ഞാൻ പ്രാർത്ഥിക്കും ചേച്ചി. നിന്റെ പ്രാർത്ഥന ദേവി കേൾക്കുന്ന എനിക്ക് ഉറപ്പുണ്ട്. ആ അമ്മയെ എങ്ങനെ സഹായിക്കുമെന്ന് കരുതിയിരിക്കുമ്പോഴാ ഞാൻ നിന്നെ വിളിച്ചത്. ആ അമ്മയോട് സമാധാനത്തോടെ ഇരിക്കാൻ ചേച്ചി പറ. ഞാൻ ചെന്ന് പ്രാർത്ഥിക്കാം. ശരി അമ്മ. അമ്മ ധൈര്യമായിട്ടിരിക്കെ. എന്റെ അനിയത്തി ഇപ്പൊ ക്ഷേത്രത്തിലാ ഉള്ളത്. അമ്മയുടെ മകൾക്ക് വേണ്ടി അവള് പ്രാർത്ഥിച്ചോളും. ഒരുപാട് നന്ദി മോളെ. ഇങ്ങനൊരു സന്ദർഭത്തിൽ നല്ലൊരു കാര്യം ചെയ്യാൻ എന്റെ ആരും അല്ലായിരുന്നിട്ടും മോക്ക് തോന്നിയല്ലോ. ദൈവത്തെ അല്ലേ നമുക്ക് ആശ്രയിക്കാനുള്ളൂ. എന്റെ അനിയത്തിയുടെ പ്രാർത്ഥനകളൊന്നും വെറുതെ ആയിട്ടില്ല. അമ്മയുടെ മോൾക്ക് സുഖപ്രസവമായിരിക്കും. അവള് പ്രാർത്ഥിച്ച ഏത് ദൈവം കാതു തുറക്കാനാണ്? ഇല്ല, ഇനിയും എൻ്റെ മോള് വിട്ടിയാവരുത്. കൂടെ നിന്ന് ചതിക്കുന്നവളുടെ മുഖം ഇന്ന് എനിക്ക് തുറന്നു കാട്ടണം. ദേവി, ദക്ഷ ആഗ്രഹിച്ചതെന്തോ അതൊക്കെ നേടി. മംഗലശ്ശേരിക്കാരോടുള്ള ദക്ഷയുടെ പക ഇടങ്ങണേ. അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ചെയ്യാത്ത നല്ല മനസ്സുള്ളവരാ മംഗലശ്ശേരിയിലുള്ളവര്. അവരോട് കനിവ് കാട്ടണേ ദേവി. ഇനി എന്താ സംഭവിക്കാന്ന് എനിക്കറിയില്ല. എന്റെ കൂടെ നിൽക്കണേ ദേവി. ഞാൻ ഇത്രയും ഭയക്കുന്നത് എന്നെ ഓർത്തല്ല, മംഗലശ്ശേരിയിലുള്ളവർക്ക് ഒരു പോറല് പോലും വരരുത്. അദ്ദേഹത്തെയും എന്റെ ചേച്ചിയും കാത്തുള്ളണേ. ദക്ഷയ്ക്ക് വേണ്ടത് എന്റെ ജീവനാണെങ്കിൽ അവരുടെ മുന്നിലേക്ക് ഞാൻ പോവാ. എന്റെ ചോര കൊണ്ട് ദക്ഷയുടെ ദാഹം അടങ്ങട്ടെ. ദേവി, ചേച്ചി വിളിച്ച് ഏതൊരമ്മയുടെ സങ്കടം എന്നോട് പറഞ്ഞു. ആ അമ്മയുടെ മകൾക്ക് ഒരു ആപത്തും വരുത്തരുതേ.
സുഖപ്രസവം നടക്കണേ. ചേച്ചി എന്നോടൊരു കാര്യം പറഞ്ഞ അതിലും വലുതായിട്ട് എനിക്കൊന്നുമില്ല. ഇതെന്റെ ഏറ്റവും വലിയ പ്രാർത്ഥനയാണ്. ദക്ഷയുടെ മുന്നിലേക്കാണ് ഞാൻ പോകുന്നത്. എന്റെ പ്രാർത്ഥനകൾ അമ്മ സ്വീകരിക്കണേ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഞാൻ കണ്ടുപിടിക്കുക മാത്രമല്ല, എല്ലാവരുടെയും കള്ളത്തരങ്ങൾ ഞാൻ പുറത്തു കൊണ്ടുവരും. ഞാനേ താഴെ ചെന്നിരിക്കാൻ പോവാ. കുറച്ച് സ്വസ്ഥത കിട്ടൂല്ലോ. ആ, അവിടെ ചെന്നിരുന്നാ മതി. അപ്പോൾ അവളുടെ ഫോൺ വരും. സൗകര്യമായിട്ട് അറ്റൻഡ് ചെയ്യാലോ. അമൃതേടത്തി, എന്താ? അല്ല, ഒരു ചെറിയ കാര്യം പറയാൻ വേണ്ടി വന്നതാ. ചെറിയ കാര്യമല്ല, വലിയ കാര്യം. വലിയ കാര്യം പറയാൻ വേണ്ടി വന്നതാ. എന്താന്ന് വെച്ചാ, അമൃതേടത്തി ആരെയും കണ്ണടച്ച് വിശ്വസിക്കരുത്. അമൃതേടത്തി ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നത് ആരെയൊക്കെയാണോ അവരായിരിക്കും അമൃതേടത്തി ചതിക്കുന്നത്. എന്നെ ആരും ചതിച്ചിട്ടൊന്നുമില്ല. ഐശ്വര്യ എന്തിനെ കുറിച്ചാ പറയുന്നത്? ഒന്നുമില്ല, ഞാൻ പറഞ്ഞേ ഉള്ളൂ. നാളെ ശ്യാമ ആനക്കുട്ടിയും കൊണ്ടു പോകുമ്പോ പിന്നാലെ പോണം. അശ്വതിയും ശ്യാമയും തമ്മിൽ കാണുന്നുണ്ടോന്ന് അറിയണം. ഇത് വെച്ചോളൂ. ശ്യാമേ, ഇത് വേണ്ട ശ്യാമേ. ശ്യാമ എനിക്ക് വേണ്ടി ബുദ്ധിമുട്ടണ്ട. ചേച്ചി, ഞാനിത് സ്നേഹത്തോടെ തരുന്ന കാശ. ചേച്ചി വാങ്ങിച്ചേ പറ്റൂ. വാങ്ങിക്ക് ചേച്ചി. വേണ്ട ശ്യാമേ, വാങ്ങിക്ക്. വേണ്ട. ശ്യാമേ, എനിക്ക് ഒരപേക്ഷയുള്ളൂ. ഞാൻ പറഞ്ഞ കാര്യം വേറെ ആരും അറിയരുത്. ശ്യാമ ഇന്നലെ എനിക്ക് വാക്ക് തന്നതാ, ആരോടും പറയില്ല എന്ന്. ഇന്നലെ അനുമോള് പറഞ്ഞതൊക്കെ ശരിയായിരുന്നു. ശ്യാമയ്ക്കപ്പോ എല്ലാ രഹസ്യങ്ങളും അറിയാം. എല്ലാം തുറന്നു പറയേണ്ട ഒരു സാഹചര്യം വരും. അന്ന് പറഞ്ഞാ മതിയല്ല. അതുവരെ ആരും അറിയരുത്. ശ്യാമ ഇനി എന്നെ കാണാനും വരരുത്. ശ്യാമ ഇത്ര കള്ളിയായിരുന്നു. എന്തൊക്കെയായിരിക്കും അവള് മറച്ചു വെച്ചിട്ടുണ്ടാവുക? ഇല്ല ചേച്ചി, ഇനി അങ്ങനെ കാണാൻ വരില്ല. ചേച്ചി എന്നോട് പറഞ്ഞ രഹസ്യം ഒരു വലിയ രഹസ്യമായിട്ട് തന്നെ ഞാൻ മൂടി വെക്കും. ഇപ്പൊ തന്നെ ചോദിക്കണം, അല്ലെങ്കിൽ വേണ്ട. അവൾ എന്ത് കള്ളം പറയും? ഒരു സാഹചര്യത്തിലും ഞാനിത് ആരോടും പറയില്ല. അഖിൽ സാറിനോട് പോലും ഞാനിത് പറയില്ല. സാർ ഇതറിഞ്ഞാ തകർന്നു പോവും. ചേച്ചി, ഞാനൊന്ന് ചെല്ലട്ടെ. ഇത് വെച്ചോ. ശ്യാമയുള്ള എല്ലാ ബന്ധവും അവസാനിച്ചു. എന്നെ ഇങ്ങനെ വഞ്ചിക്കാൻ ഞാൻ ശ്യാമയോട് എന്ത് തെറ്റാ ചെയ്തത്? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇല്ല, ഇനി ഞാനൊന്നും ചോദിക്കില്ല, ഒന്നും പറയില്ല. നീ ഞാനുമായിട്ട് ഒരു ബന്ധവുമില്ല. എടുത്തി പറഞ്ഞില്ലേ എന്റെ ദേഹത്ത് തുടരുതെന്ന്? എന്താ എടുത്തി? എടുത്തി, ഓഫീസിലെ അത്യാവശ്യ കാര്യമായതുകൊണ്ടാണ് ഞാൻ ഫോൺ കട്ട് ചെയ്യാതിരുന്നത്. പ്ലീസ് എടുത്തി പിണങ്ങല്ലേ. വാ, നമുക്ക് പോയി ഫുഡ് കഴിക്കാം. എന്നിട്ട് എല്ലാവരോടും ഒന്ന് സംസാരിച്ചിരിക്കാം. വാ. ആവശ്യമില്ലാതെ എന്നോട് സംസാരിക്കാൻ വരരുത്. എടുത്തി,
എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇങ്ങനെ പറയാനും മാത്രം ഞാൻ എന്ത് തെറ്റാ ചെയ്ത്? തെറ്റ് ചെയ്തത് ഞാനാടി. നിന്നെ എന്റെ സ്വന്തം അനിയത്തിയെ കരുതി സ്നേഹിച്ചു. അതൊരു വലിയ തെറ്റാണെന്ന് എനിക്ക് മനസ്സിലാവുന്നു. ഏട്ടത്തെ എന്താ ഏട്ടത്തി ഇത്? എന്നിട്ട് ഇങ്ങനെ വിഷമിപ്പിക്കല്ലേ പ്ലീസ്. എടുത്തി എന്താന്ന് വെച്ചൊന്ന് പറയേ. എടുത്തി തമാശ കാണിക്കുന്നല്ലേ? നീ മുറിന്ന് പുറത്തു പോയേ. നീ കൂടുതലൊന്നും സംസാരിക്കണ്ട. മുറിന്ന് പുറത്തു പോയാ മതി. എടുത്തി പുറത്ത് പോകാനല്ലേ പറഞ്ഞത്? ഐശ്വര്യ പറഞ്ഞത് നേരം. ആരും വിശ്വസിക്കാൻ പാടില്ല. എന്നെ പറ്റിച്ചിട്ട് വന്നിരിക്കുന്നു. എടോ, എന്തോടെ ആകെ ഒരു മൂടൗട്ട്? ഒന്നുമില്ല സാർ. താൻ കാര്യം പറയടോ. സത്യം പറഞ്ഞ എനിക്ക് നാളെ ചെങ്കൽ ക്ഷേത്രത്തിൽ പോകണമെന്നില്ല സാർ. എടോ, അമ്പലത്തിൽ പോവാൻ വേണ്ടി ബാക്കി എല്ലാം ഉപേക്ഷിക്കുന്ന താനാണോ ഈ പറയുന്നത്? അതല്ല സാർ, മനസ്സിന് എന്തോ ഒരു സുഖക്കുറവ് പോലെ. അമൃതയെടുത്തേക്ക് എന്നെ കുറിച്ച് എന്തോ ഒരു ദേഷ്യം മനസ്സിലുണ്ട്. ഏയ്, അതൊക്കെ തനിക്ക് തോന്നുന്നതാ. അമൃതയെടുത്ത് എപ്പോഴും തനിക്ക് വേണ്ടി നിന്നിട്ടുള്ള ആളാ. എന്തിനും തന്നെ സപ്പോർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അതെ, അതുകൊണ്ടാ ഇപ്പോഴത്തെ അകൽച്ച എനിക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നത്. ഞാൻ അറിഞ്ഞുകൊണ്ട് അമൃതയെടുത്തെ വേദനിപ്പിച്ചിട്ടില്ല, വിഷമുണ്ടാക്കുന്ന ഒന്നും ചെയ്തിട്ടില്ല. ആ, ഒരു കാര്യം ചെയ്യാം. തന്റെ മനസ്സിൽ അങ്ങനെ ഒരു തോന്നൽ കിടപ്പുണ്ടെങ്കിൽ നമുക്ക് തുറന്നു ചോദിക്കാം. താവാ വന്നേ. സാർ, അത് വേണ്ട. എന്ത് ചോദിക്കാനാ പോന്നേ? ഞാൻ ചോദിക്കും, ശ്യാമയോട് എന്തിനാ ദേഷ്യം കാണിക്കുന്നേ? ശ്യാമ അമൃതയെടുത്ത് എങ്ങാനും വിഷമിപ്പിച്ചോന്ന്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. സൂപ്പർ. നമ്മുടെ വീട്ടിലൊരു പൂജാരി മോനുള്ള കാര്യമേ ഇന്നാ മനസ്സിലായ. സന്തോഷം. സന്തോഷം സ്വീകരിച്ചിരിക്കുന്നു. ഓഹോ, അല്ല, അമ്മ വലിയ കൃഷ്ണഭക്തിയാണെന്ന് ചേച്ചിമാര് പറഞ്ഞല്ലോ. മിസ്റ്റർ കൃഷ്ണനെ തേടി നടക്കായിരുന്നോ രാവിലെ മുതൽ? കൊച്ചു വാഗൊണ്ട് വലിയ വർത്താനം പറയല്ലേ. ഇത് കൊണ്ടുപോയി അകത്ത് വെക്ക്. കൊണ്ടുവെക്ക്. എന്റെ പ്രിയപ്പെട്ട കൃഷ്ണ, അച്ഛനും സുഭദ്രാമ്മയും കൂടി മറ്റൊരു കൃഷ്ണനുമായിട്ട് എന്നെ ചേർത്ത് വെക്കാൻ ആഗ്രഹിച്ചതാ. പക്ഷേ വിധി അതിന് അനുവദിച്ചില്ല. പരസ്പരം കാണാതെ ഞങ്ങൾ പിരിഞ്ഞു, അകന്നു. ഇന്നിപ്പോ കണ്ടാൽ അറിയാത്ത അവസ്ഥയായി. ഒന്ന് കാലുറച്ചു നിൽക്കാൻ, കുട്ടികളെ ഒരു കരയിലെത്തിക്കാൻ, ജീവിതം ഒന്ന് പിടിച്ചു നിർത്താൻ
തളരാത്ത ഓട്ടമായിരുന്നു ഞാൻ ഇതുവരെ. ഇത്രയും വർഷമായി. ഇനി പറ, എവിടെയാ എന്റെ കൃഷ്ണൻ? അവനെ എന്നാ ഇനി ഞാനൊന്ന് കാണുന്നത്? എങ്ങനെ തിരയണം ഞാൻ? എവിടെ തിരയണം ഞാൻ? ഒന്നിനും ഒരു നിശ്ചയവും ഇല്ലല്ലോ. ഭഗവാനെ, സാക്ഷാൽ ഗോപാലകൃഷ്ണ, പ്രണയം എന്താണെന്ന് നന്നായി തിരിച്ചറിയുന്ന ദേവനല്ലേ നീ? എന്റെ കൃഷ്ണനെ എങ്ങനെയെങ്കിലും എനിക്കൊന്ന് മടക്കിത്താ. കൃഷ്ണ, ഭഗവാനെ. നമ്മൾ എത്ര വളർന്നാലും എത്ര ദൂരം സഞ്ചരിച്ചാലും എത്ര അകലെ വസിച്ചാലും ഈ രാധയും കൃഷ്ണനും നമ്മളെ ഒരുമിപ്പിക്കും. എനിക്കത് വിശ്വാസമാണ്. എനിക്കും. രാധേ, കാലം ഇത്രയായിട്ടും നീ തന്ന ഈ ശില്പത്തിന്റെ നിറത്തിനോ ഭംഗിക്കോ ഒരു മാറ്റം വന്നിട്ടില്ല. ഇതുപോലെ മനസ്സിൽ ഒരു മാറ്റവും ഇല്ലാതെയാണ് നീയും. ഇനിയും എത്ര കാലം കഴിഞ്ഞാലും നിനക്ക് വേണ്ടി മാത്രമാണ് ഞാൻ കാത്തിരിക്കുന്നത്. അമ്പാടിയിലെ കൃഷ്ണന്റെ രാധ ജീവിതകാലം മുഴുവൻ കൃഷ്ണന് വേണ്ടി കാത്തിരുന്നവളാ. നീയും അതുപോലെ എനിക്ക് വേണ്ടി കാത്തിരിക്കും എന്ന് തന്നെയാ എന്റെ പ്രതീക്ഷ. ആ പ്രതീക്ഷയിലും വിശ്വാസത്തിലുമാ ഞാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നത്. ജീവിതത്തിന് മാത്രമല്ല, എന്റെ മരണത്തിന് പോലും നിന്നോടുള്ള ഇഷ്ടത്തിൽ നിന്ന് എന്നെ അകറ്റാനാവില്ല. നീ മാത്രമാണ് എന്റെ പ്രണയം, നീ മാത്രമാണ് എന്റെ ജീവിതം. എന്നും എപ്പോഴും നീ മാത്രം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.